ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജാസുമോളുടെ മുല്ലപ്പൂ ഫാൻസിൻ്റെ ഒരു ഓഡിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചോർന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ജാസുമോളെ തന്നെ അതിനേക്കാൾ ഉപരി ടോക്സിക് ആണ് എന്നാണ് ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ആദ്യം ആ ഓഡിയോ കേട്ടു നോക്കാവേ. ഒരു കാരണവശാലും ബൈ മിസ്റ്റേക്ക് പോലും ആയി പോകരുത്. അവരൊന്ന് പിറകോട്ടടിച്ചത് കൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിൻ ഒരു ഇച്ചിരിയും കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് തീർന്നെന്ന് അവർക്ക് അറിയാം. ഇപ്പൊ തന്നെ ഏകദേശം അവർ ഉറപ്പിച്ചു. 5 പേരിലല്ല 3 പേരിൽ ഒരാളായിട്ട് ജാസ്മിൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഉറപ്പാണ് ജിൻഡോനൊക്കെ എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ കണ്ടാൽ മതിയായിരുന്നു. പഠിച്ചോനെ അങ്ങനെയൊന്നും പറയരുത് എന്നാ കൂടെ പറയാം. ജിൻഡോൻ്റെതാണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം. വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് ഉണ്ടാവണം. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും മതി. ആഹാ, എന്ത് നല്ല ഫാൻസ്. ജിൻഡോ മറിഞ്ഞു വീണ് വല്ല കയ്യും കാലും ഒടിഞ്ഞേനെ. പടച്ചോനെ അങ്ങനൊന്നും പറയാൻ പാടില്ല, എന്നാലും ഞാനിങ്ങ് പറയുക. ഇങ്ങനെയൊക്കെയാണ് ഫാൻസ് പറയുന്നത്. നല്ല അടിപൊളി ഫാൻസ് കേട്ടോ. എന്തോ ഇത്തമാര് നല്ല രീതിയിൽ ഓതുന്നുണ്ടെന്ന് തോന്നുന്നു ജിൻഡോയുടെ കയ്യും കാലും ഒടിയാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു ഫാൻസ്, ബിഗ് ബോസ് കഷ്ടപ്പെട്ട് ജാസുമോളെ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആ പുള്ളിക്കാരന് ഇവിടെ ടെൻഷൻ കൂട്ടില്ലേ? അങ്ങേര് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കുഞ്ഞിനെ വെളുപ്പിക്കാൻ നോക്കുക, നല്ല കുട്ടിയൊക്കെ ഇട്ട് വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ട് കുറച്ച് നാളത്തേക്കൊന്ന് വായടക്കൊന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അണ്ണം തന്നെ കപ്പെടുത്ത് നമ്മുടെ ചേച്ചിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് വിടും അങ്ങോട്ട്. അന്നേരം നിങ്ങൾ എല്ലാവരും കൂടെ വന്നാൽ മതി കപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഫാൻസുകാർ ഇപ്പോഴും ഒന്ന് വായടക്കി വെക്ക്. പിന്നെ ഇതിലൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ജാസുമോക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കപ്പെടുത്ത് പിന്നെ ജിൻഡോയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് ജാസുവിന് ഫസ്റ്റ്, സെക്കൻഡ് ജിൻഡോ, തേർഡ് സിജോ, ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു ബിഗ് ബോസിൻ്റെ പ്ലാനിങ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അറിയത്തില്ല, നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ആ ഒരു ഹോട്ടൽ ടാസ്കിൽ ഫസ്റ്റ് കിട്ടിയത് ജിൻഡോ, ശ്രീതു, അതുപോലെ തന്നെ അർജുൻ, ഇവരുടെ 3 പേരുടെ പ്രകടനത്തിലാണ്. ഇവരുടെ 3 പേരുടെ പ്രകടനം നിങ്ങൾ മെയിൻ എപ്പിസോഡിനകത്തോ BB+നകത്തോ എവിടെങ്കിലും കണ്ടോ? എവിടെങ്കിലും? ഞാൻ കണ്ടില്ല. ലൈവ് കണ്ടവരൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് കടന്ന് ഇവർ ഭയങ്കര പ്രകടനമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇത് എവിടെ ഇവരുടെ പ്രകടനം കണ്ടിട്ടില്ല. അന്നേരം ബിഗ് ബോസിന് വലുത് അവിടെ ഫസ്റ്റ് കിട്ടിയ അവരുടെ പ്രകടനത്തിനേക്കാളും കൂടുതൽ ബിഗ് ബോസ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസുമോളെ പൗഡറിട്ട് വെളുപ്പിക്കുക എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഹോട്ടൽ ടാസ്കിനേക്കാളും അവർക്ക് മുഖ്യം ജാസുമോളുടെ വെളുപ്പിക്കലാണ്. അതെന്തായാലും കൃത്യമായിട്ട് ഇപ്പോൾ വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിന് ക്ഷീണമാവും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ടോക്സിക് ആർമീസ്, നിങ്ങൾ ഒന്ന് പൊടിക്കൊന്ന് ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ കപ്പ് നമ്മുടെ ജാസുമോക്ക് തന്നെ കിട്ടും. മനസ്സിലായി? പിന്നെ എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്താ ജാസുമോട് ഇത്ര പ്രശ്നം എന്താടാ നിനക്ക് അവളെ കണ്ടുകൂടാന്ന് പറഞ്ഞ് നീ എന്തിനാ അവളെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. എനിക്ക് ജാസുമോളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ അതുകൊണ്ടാണ്, നമ്മൾ ഇഷ്ടമുള്ളവരെ പറ്റിയല്ലേ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. നമ്മൾ ഇഷ്ടമുള്ളവരെ പറ്റിയല്ലേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവളെ പറ്റി പറയുന്നത്. എനിക്ക് ജാസുവിനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്നും അറിയാത്ത ഒരു ഹൃദയമുണ്ട് എനിക്ക്. അതിനകത്ത് ഞാൻ ജാസുവിനെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുകയാണ്. മനസ്സിലായോ? സോ അന്നേരം നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ല. എനിക്കിഷ്ടം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ജാസുമോളെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുള്ളിക്കാരത്തി ഇറങ്ങി കഴിഞ്ഞൊരു ജീവിതം കൊടുക്കാമെന്ന് വരെ ഞാൻ ആലോചിച്ച്. പിന്നെ പുള്ളിക്കാരത്തേക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് വിചാരിച്ചിട്ടാണ്. പിന്നെ പുള്ളിക്കാരത്തി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളെ മാത്രം ഞാൻ കെട്ടു, ഞാൻ ഹിന്ദുവാണ്, പുള്ളിക്കാരത്തി എന്തോ മുസ്ലിമാണ്. അന്നേരം അത് വെച്ച് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് വിട്ടത്. പിന്നെ നമ്മുടെ ഇഷ്ടം എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് ജാസുമോളോട് എനിക്കൊരു പ്രശ്നമില്ല. ജാസുമോൾ സ്ട്രോങ് പ്ലെയറാണ്. ജാസുമോൾ കപ്പടിക്കണോ 100 ദിവസം നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അതുകൊണ്ട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ അത് തെറ്റിദ്ധരിക്കില്ല കേട്ടല്ലോ. അപ്പോൾ ശരിയെങ്കിൽ ബൈ.